ഹായ് ഹലോ എല്ലാവർക്കും ബിഗ് ബോസിൻ്റെ 9ാമത്തെ ദിവസത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം. രാവിലെ തന്നെ ഇങ്ങനെ പുകഞ്ഞ് കത്തുക എന്ന് കേട്ടിട്ടില്ലേ? ആ ഒരവസ്ഥയായിരുന്നു. അതും കിച്ചണിൽ. ഇതുവരെ എന്താ പറയുക, പിന്നെ അധികം ആരും കാണാത്ത കിച്ചണിലാണ് സംഭവിക്കുന്നത്. അതിനുള്ള കാരണം അനീഷാണ് കിച്ചൺ ടീം ക്യാപ്റ്റൻ. അതുകൊണ്ട് തന്നെ അവിടെ പുകഞ്ഞു തുടങ്ങി എന്ന് വേണമെങ്കിൽ പറയാം. ഇവരിങ്ങനെ ഫുഡ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ജിസേൽ വന്നിട്ട് ഓവൻ ഓപ്പൺ ആക്കിയിട്ട് പിന്നെ തിരിച്ച് നടന്നു. അപ്പം അനീഷ് പറയുന്നുണ്ട്, നിങ്ങൾ പുറകെ നടക്കണോ, ഇത് അടച്ചിട്ടിട്ട് പോകിക്കൂടെ എന്നുള്ള രീതിയിൽ ഉറക്കെ പറയുന്നുണ്ട്. അത് ഏറ്റെടുക്കാൻ ശാരിക വരുന്നു. ശാരിക പിന്നെ അതിനെക്കുറിച്ച് സംസാരിക്കുന്നു, കമൻ്റ് അടിക്കുന്നു. പിന്നെ പറയണ്ടല്ലോ, അനീഷ് പിന്നെ അവിടെ കിടന്ന് ഉറഞ്ഞു തുള്ളുന്നു. പിന്നെ അത് ഏറ്റെടുത്ത് അവസാനം തെറിവിളിയായി പിന്നെ ഗെയിമുകളിലേക്ക് പോയി. ഇതാണ് ഇന്ന് നടന്നത്. സംഭവം ഇതാണ്. ഈ പ്രശ്നങ്ങൾ ഉണ്ടാവേണ്ടാത്ത പ്രശ്നങ്ങളില്ലേ, അത് ഊതിപ്പെരിപ്പിക്കലാണ് ഇപ്പോൾ ബിഗ് ബോസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അനീഷ് പറയുന്നതിനൊക്കെ ഏറ്റെടുക്കാൻ ബാക്കിയുള്ള ആൾക്കാർ. അതുകൊണ്ട് തന്നെ അനീഷിൻ്റെ സ്ക്രീൻ സ്പേസ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പുള്ളിക്കാരൻ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞോട്ടെ. ഇവർ മൈൻഡ് ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ വേറെ കണ്ടൻറ്റുകളാക്കി ഇവർക്ക് ഡെവലപ്പ് ചെയ്തിട്ട് ഇവർക്കൊക്കെ കുറച്ചധികം സ്ക്രീൻ സ്പേസ് കിട്ടുന്ന രീതിയിലാവാം. പക്ഷേ ഇതവർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് സംഭവം. പിന്നെ അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ അനീഷ് ഒരു കിച്ചൺ ക്യാപ്റ്റനാണ്. പുള്ളി പറയുന്നുണ്ട്, നിങ്ങൾ വായു ഭക്ഷിച്ചോ, നിങ്ങൾക്ക് ഫുഡില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് ചുമ്മാ ഇട്ട് കൊടുക്കുകയാണ്. ഇവൻ ചിലപ്പോൾ പുള്ളി അറിഞ്ഞുകൊണ്ട് പറയുന്നതായിരിക്കും കേട്ടോ, പറയാൻ പറ്റില്ല. സോ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്, അത് ഏറ്റുപിടിക്കാൻ ആൾക്കാർ. അപ്പോൾ ഇതൊക്കെയാണ് സംഭവിച്ചത്. അതിനുശേഷം ഈ പിന്നെ അനീഷിനെ ഇങ്ങനെ ഇട്ട് വാരി തുടങ്ങിയപ്പം ഇവരൊരു ടീമാണല്ലോ. പിന്നെ അക്ബർ അതിൻ്റെ അകത്തേക്ക് കടന്നു വന്നു. അക്ബർ കടന്നു വന്നപ്പം പിന്നെ ഷാനവാസും ഇവർ തമ്മിലൊരു ഗ്രഡ്ജസ് ഉണ്ട് ഓൾറെഡി. അപ്പം ഈ ഷാനവാസ് ക്യാപ്റ്റനായിട്ട് കൂടി ഇതിങ്ങനെ പിന്നെ കൂട്ടി ഈ പ്രശ്നങ്ങളെ വലുതാക്കാനാണ് ശ്രമിക്കുന്നത്. അത് ഒരു അത് നല്ലൊരു ക്യാപ്റ്റന് ചേർന്ന പരിപാടിയല്ല. പിന്നെ ഒരു ഹിഡൻ ഗ്യാങ് രൂപം കൊള്ളുന്നുണ്ട്. ഷാനവാസ്, ഒനീൽ, അഭിലാഷ്. പിന്നെ ഒനീലിനും ഈ അക്ബറിനെ അത്ര കണ്ടുകൂടാ. അപ്പം ഷാനവാസും പിന്നെ ഒനീലും കൂടെ ഈ അക്ബറിനോട് ഇങ്ങനെ കയർത്ത് കയറി പോകുന്ന സമയത്ത് നമ്മുടെ അക്ബറിൻ്റെ കയ്യിൽ നിന്ന് കൈ വിട്ടിട്ട് ഒരു തെറിവാക്ക് വരികയും പിന്നെ അത് വലിയ പ്രശ്നമാക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉറഞ്ഞു തുള്ളുന്നൊക്കെ ഉണ്ടായിരുന്നു. അത് എത്രത്തോളം ഏത് തലത്തിൽ വരെ പോകുമെന്ന് നമുക്ക് വീക്കെൻഡ് എപ്പിസോഡിലെ അറിയാൻ പറ്റത്തുള്ളൂ. സോ അതൊക്കെയാണ് രാവിലെകളിൽ സംഭവിച്ചത്. എനിക്ക് തോന്നുന്നു ഇനി മുന്നോട്ട് പോകുന്തോറും നമുക്ക് പിന്നെ ആണുങ്ങളിൽ തന്നെ 2 ഗ്യാങ്ങിനെ കാണാൻ സാധിക്കുമെന്ന്. ഒന്ന് അപ്പാണി ഗ്യാങ്ങും പിന്നെ ഇപ്പറേ നമ്മുടെ ഒനീൽ ഗ്യാങ്ങും. വേണമെങ്കിൽ ഷാനവാസ് എന്ന് പറയാം. അതായത് ഷാനവാസ് പിന്നെ അങ്ങനെ എവിടെയും പെടൂല എന്ന് തോന്നുന്നു. അങ്ങനെ ഒരു ഗ്യാങ് വരാനുള്ള സാധ്യതയും ഇന്ന് തെളിഞ്ഞു കാണുന്നുണ്ടായിരുന്നു. പിന്നെ അപ്പാണി ചൂടാവുന്ന കാണുമ്പോൾ നമുക്ക് അങ്കമാലീസിലെ ചില സിറ്റുവേഷനൊക്കെ ഓർമ്മ വരും. നല്ല രസമാണ് അത് കണ്ടുകൊണ്ടിരിക്കാൻ. അത് എന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ജിസൈലിന് മിക്കവാറും ഈ വീക്കെൻഡിൽ ഒരു റെഡ് കാർഡോ ഒരു യെല്ലോ കാർഡോ മോഹൻലാൽ സാറിൻ്റെ വക പ്രതീക്ഷിക്കാം. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരിനോട് പലതവണ പറഞ്ഞിട്ടും ഈ ഡ്രസ്സിങ്ങിൻ്റെ കാര്യമായിക്കോട്ടെ, മേക്കപ്പിൻ്റെ കാര്യമായിക്കോട്ടെ, അതൊന്നും പുള്ളിക്കാരി അങ്ങ് വിടുന്നില്ല. അതിൽ തന്നെ അള്ളി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര കോൺഷ്യസ് ആണ്. ബിഗ് ബോസിൻ്റെ റോള് തെറ്റിക്കുന്ന രീതിയിലാണ്. അത് എത്ര പറഞ്ഞിട്ടും കേൾക്കാത്തത് കൊണ്ട് മേ ബി ഒരു കാർഡ് ലാൽ സാറ് ഉപയോഗിച്ചേക്കാം. പിന്നെ അതും കഴിഞ്ഞിട്ടും യൂസ് ചെയ്യുകയാണെങ്കിൽ മിക്കവാറും പറഞ്ഞു വിട്ടേക്കാം, അറിയത്തില്ല. പുള്ളിക്കാരി ഡെലിവറി ചെയ്യുന്ന കണ്ടൻറ്റിനനുസരിച്ചിരിക്കും പുള്ളിക്കാരിയുടെ ഭാവി. സോ അതിനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അക്ബറിനും ഒരു കാർഡ് ഈ ആഴ്ച പ്രതീക്ഷിക്കാം. കാര്യം ഓൾറെഡി പിന്നെ രേണുസുധീനെ ഒരു വാക്ക് വെച്ച് പറഞ്ഞു, പിന്നെ ഇന്ന് ഒരു തെറി പറഞ്ഞു. അപ്പം സോ മേ ബി എക്സ്പെക്റ്റഡ് ആണ്, ഒരു കാർഡ് പ്രതീക്ഷിക്കാം. പക്ഷേ രേണുസുധീനെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പാട്ട് പാടി കൊടുക്കുകയും പിന്നെ പിന്നെ നമ്മുടെ ചപ്പാത്തി ഒരു ഹാർട്ടിൽ ചുട്ട് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ രസമുണ്ടായിരുന്നു കാണാൻ. അത് രേണുസുധി നല്ല കണ്ണിങ് ആയിട്ട് നേരിടുകയും ചെയ്തിട്ടുണ്ട്. ജിസൈലിൻ്റെ അടുത്ത പ്രശ്നം എന്ന് പറയുന്നത് ഹൈറ്റിനെ ചൊല്ലി, അനുമോളിൻ്റെ ഹൈറ്റിനെ ചൊല്ലി ഒരു ബോഡി ഷേമിങ് ആണ്. അത് ചെയ്തത് ശരിയായില്ല. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ഒരു ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാരാണ്. ഇങ്ങനെ ഇകഴ്ത്തി പറയാൻ പാടില്ല. അത് മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പലരും ഉണ്ടാവും. അതായത് പൊക്കം കുറഞ്ഞ ഒത്തിരി പേരുണ്ടാവും. അവർക്കും അതൊരു ഷെയിമായിട്ട് തോന്നുന്ന രീതിയിലാണ് ജിസൈൽ പറഞ്ഞത്. പിന്നെ ജിസൈലിന് അത്യാവശ്യം പൊക്കമുണ്ട്, അത് വെച്ച് അളക്കുകയും ചെയ്യും. മേ ബി പുള്ളിക്കാരി പറഞ്ഞ മലയാളത്തിൻ്റെ പ്രശ്നമായിരിക്കാം. പക്ഷേ അത് അങ്ങനെ ഒരു വേർഡും അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം പറഞ്ഞത് ഒട്ടും ശരിയായില്ല. അപ്പോഴേക്കും അനുമോള് കരഞ്ഞുകൊണ്ട് ഓടുകയും ചെയ്തു. പുള്ളിക്കാരീൻ്റെ സ്ഥായി സ്വഭാവമായി മാറിയിട്ടുണ്ട് ഈ കരച്ചിൽ. അത് മാറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ കുറച്ചും കൂടെയും എന്താ പറയുക, ഗെയിം കളിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അനുമോളിനും
അനുമോളുടെ ഗ്രാഫും ഉയരാനുള്ള ചാൻസ് കൂടുതലുണ്ട്. അനീഷും ഇവോൾവ് ആകുന്നുണ്ട്. അതായത് എന്ന് പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അനീഷിന് ഇന്ന് എപ്പിസോഡിലൊക്കെ നിങ്ങൾ കണ്ടാലറിയാം, പുള്ളിക്കാരൻ അത്യാവശ്യം എൻഗേജ് ആവാൻ, ആൾക്കാരായിട്ട് സംസാരിക്കാൻ, പിന്നെ അനുമോളുടെ പിന്നെ ജിസയിൽ കളിയാക്കി ഇപ്പം പിന്നെ ഒരു കൺസേൺ അതല്ലെങ്കിൽ പിന്നെ സങ്കടത്തോടെ അങ്ങോട്ട് പോകുന്നതും, അതായത് പുള്ളിക്കാരൻ്റെ ക്യാരക്ടർ സ്കെച്ച് നന്നായി ബിഗ് ബോസ് ഇപ്പം എപ്പിസോഡുകളിലൂടെ വരയ്ക്കുന്നുണ്ട് എന്നർത്ഥം. സോ ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ അനീഷിന് പിന്നെ ചെയ്യാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അനീഷിന് സ്ക്രീൻ സ്പേസ് കൂടുതൽ ആര് കൊടുക്കുന്നുണ്ട്? മറ്റുള്ള കണ്ടസ്റ്റൻസ് കൊടുക്കുന്നത് കൊണ്ടാണ്. അത് ഇവരെന്തുകൊണ്ടാണ് ഇത്രയും ദിവസമായിട്ടും മനസ്സിലാക്കാത്തത് എന്നതാണ് എൻ്റെ സംശയം. സോ അങ്ങനെ പിന്നെ സംഭവിച്ചത് ജീവിതകഥ പറയുന്നതാണ്. അതിൻ്റെ അകത്ത് നമുക്കൊരു കമൻറ്റ് പഠിക്കാൻ പറ്റില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തരുടെ ജീവിതകഥയാണ്. അത് ഓരോരുത്തരുടെ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ നമുക്ക് കമൻറ്റ് പറയാനില്ല. ഓരോരുത്തരുടെ ജീവിത കഥകൾ പറയും. അത് നിങ്ങൾക്ക് ഇഷ്ടമായാൽ അവരെ ഫോളോ ചെയ്യുക, പിന്നെ നല്ല കാര്യങ്ങൾ ഏറ്റെടുക്കുക എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങളാണ് സംഭവിച്ചത്. പിന്നെ കൂടാതെ മിഡ് വീക്ക് എവിക്ഷൻ എന്ന് പറയുന്ന പരിപാടി ശരിക്കും പറഞ്ഞാൽ എവിക്ഷൻ അല്ല. അവരൊരു പിന്നെ എന്താ പറയുക, പിന്നെ ക്യാമറ ഇല്ലാത്ത സ്ഥലത്ത് എവിടെയോ അടച്ചിടും. അതായത് 2 പേരെ, 6 പേരുണ്ട്, അതിൻ്റെ അകത്ത് 2 പേരെ അടച്ചിടും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഗെയിം ഇന്ന് സ്റ്റാർട്ടായിട്ടുണ്ട്. ആ ഗെയിമിൻ്റെ പേര് കോയിൻ വേട്ടയായിരുന്നു. സോ അതിൻ്റെ അകത്ത് വിജയമായത് നമ്മുടെ രേന ഫാത്തിമയാണ്. പിന്നെ രണ്ടാമത് വന്നത് പിന്നെ സരിക, മൂന്നാമത് വന്നത് രേണുസുതി, നാലാമത് വന്നത് ഒനീൽ, അഞ്ചാമത് വന്നത് ഷാരിക KB, പിന്നെ ആറാമത് വന്നത് നമ്മുടെ അനീഷായിരുന്നു. സോ മേ ബി പിന്നെ ഏറ്റവും ലീസ്റ്റ് പോയിൻ്റ് കിട്ടുന്നവരെ ആയിരിക്കാം പിന്നെ ഇങ്ങനെ അടച്ചിടുക, അതായത് എവിടെയും താൽക്കാലികമായിട്ട് ഔട്ടാക്കുന്ന രീതി എന്നൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ബിഗ് ബോസിൻ്റെ കളികൾ പോയത്. ഇനി മുന്നോട്ട് പോകുന്തോറും ഇൻട്രസ്റ്റിംഗ് ആവുമെന്ന് വിചാരിക്കുന്നു. പക്ഷേ ഇൻട്രസ്റ്റിംഗ് ആവണമെങ്കിൽ ഈ ഞാനിപ്പോൾ പറഞ്ഞില്ലേ, ഇപ്പം വേറൊരു ഗ്യാങ് ഉണ്ടായി വന്നു, അവർ തമ്മിലുള്ള കോൺഫ്ലിക്ട്സ് ഒക്കെ വരണം. ഇതെല്ലാവരും അനീഷായിട്ടുള്ള ഇടിയും വഴക്കുമാണ്. സോ മുന്നോട്ട് പോകുന്തോറും കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആവുമെന്ന് വിചാരിക്കാം. ബിഗ് ബോസിൻ്റെ കളിക്കാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. ബിഗ് ബോസ് നന്നായി, അതായത് ബാക്കിയുള്ള കണ്ടസ്റ്റിനേക്കാൾ നന്നായി ബിഗ് ബോസ് കളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇന്നലത്തെ പോലെ സംഭവിച്ച കാര്യങ്ങൾ സംഭവിക്കേണ്ടതാണ്. സോ അതിനൊക്കെ ആയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്നു. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.